ഹൈമാവതി കൃഷി വ്ളോഗ് യൂട്യൂബിലെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ എന്നാ പോകുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ പറമ്പത്ത് കാണുന്നില്ലേ, വാഴയെല്ലാം നട്ടിട്ട് വാഴ നട്ടിട്ടുണ്ട്, കഴുന്ന് നട്ടിട്ടുണ്ട്. ഇതിനൊന്നും വെള്ളം നനച്ചിട്ടില്ല. അതുകൊണ്ട് ഭയങ്കര വിഷമം, ഉണങ്ങിയതായിപ്പോയി. നേന്ത്രവാഴയാണത്, കൊലക്കാനായി നേന്ത്രവാഴയാന്ന് 2 വാഴയുണ്ട് ഇവിടെ. ഒന്ന് താഴെ കൊലച്ചിട്ടുണ്ട്. അതിനൊന്നും വെള്ളം നനക്കാൻ പറ്റിയില്ല. കൊല നന്നായി എടുത്തെങ്കിൽ വെള്ളം നനക്കണം, എന്നാൽ കൊല വലിയ കൊലയായിരിക്കും. പക്ഷേങ്കിൽ ഈ വെള്ളം നനച്ച് കിട്ടണ്ടേ. ഇപ്പം വോൾട്ടേജിൻ്റെ പ്രശ്നം കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഏതായിരുന്നാലും ഇന്ന് ഞാൻ വിചാരിച്ചു കുറേശ്ശെ നനച്ച് കൊടുക്കട്ട്. ഉണങ്ങിപ്പോയി, എല്ലാം പഴുപ്പ് വന്ന് തുടങ്ങി. ഇത് നല്ല കറുപ്പ് വന്ന് ഇതാണ്, കഴുകും തയ്യെല്ലാം നല്ല കറുപ്പായിരുന്നു. അപ്പം ഇതുവരെ വെള്ളം അടിച്ചിട്ടില്ല. എന്നിട്ട് അങ്ങനെയല്ല, ഈ പ്രാവശ്യം എത്ര പ്രാവശ്യം മുക്കി അടിക്കണ്ട. പറമ്പ് കണ്ടാൽ തന്നെ നല്ല നനഞ്ഞിട്ട് നല്ല ഈർപ്പം കൊണ്ട് കാണേണ്ടത് തന്നെയായിരുന്നു. പക്ഷേ ഇക്കൊല്ലം അതൊന്നും പറ്റിയിട്ടില്ല, എനിക്ക് ഇതുവരെ അടിക്കാൻ പറ്റിയിട്ടില്ല. അവിടെ ഒന്ന് ഏതായാലും ഒന്ന് അടിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിഞ്ഞതാണ്. കാണുന്നില്ലേ നിങ്ങൾ, ഞാൻ അടിക്കുന്നത് കണ്ടോ അടിക്കുന്നുണ്ടോ? ഇതൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇത് നെല്ലിയാണ്, ആടെയൊരു നെല്ലി. ആ നെല്ലിയാണ്, ആ നെല്ലിക്കാൻ വെള്ളം അടിക്കുന്നത്. കാണില്ലേ, എല്ലാ സാധനവും ഞാൻ നട്ടിട്ടുണ്ട്. നെല്ലി അത് കഴിഞ്ഞാണ് നെല്ലി കണ്ടോ. അപ്പോൾ ഇങ്ങനെ അടിക്കാൻ കഴിഞ്ഞാണ്. ഇതാകുമ്പോൾ നമ്മൾ നീട്ടി അടിച്ചു കൊടുത്താൽ മതിയല്ലോ അടിക്കാൻ. കാണില്ലേ, പന്നി കളിച്ചിട്ടാണ് ഇവിടെയെല്ലാം കാണുന്നത്. പന്നി കളിച്ചതാണ് ഈ സ്ഥലമെല്ലാം കാണില്ലേ. കഴുന്നേലം തിന്നിന്, കഴുന്നേലം പന്നി തിന്നിന്. ഇനി എപ്പോഴാണ് വാഴ തിന്നുന്നതെന്ന് പറയാം. നേന്ത്രവാഴ വെച്ചതായത്, ആദ്യത്തെ നേന്ത്രവാഴ വെച്ചാൽ വലിയതായി. ഇപ്പോൾ ഇത് നോക്കുമ്പോൾ ചെറിയ അത്രയും പന്നി എടുത്തിട്ടില്ല, വെള്ളവും നനച്ചിട്ടില്ല. എന്നിട്ടാണ് ഇനി ഞാൻ നല്ല കിഴി ലേശം വെള്ളം നനച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ട്. ആണില്ലേ അല്ലേ. ഇത് വോൾട്ടേജിൻ്റെ കുറവാണ്. ഇങ്ങനെ വെള്ളം അടിച്ചാലും വീട്ടിലൊക്കെ അടിച്ചാലും ഇപ്പം തീരുന്നില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളതായി. അത് 10 മിനിറ്റ് കൊണ്ട് ഇപ്പം വെള്ളം അടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അത്രക്കും വെള്ളം വരില്ല. അതിന് കാണാൻ കഴിഞ്ഞു ഇല്ലേ. ഇങ്ങനെ പേര് വെച്ചാൽ ഒരിക്കൽ കൂടി ഇത് വാരിട്ടെ. എന്താ ഇങ്ങനെയുണ്ടോ, ഇത് ഇതേപോലെ ഇത് നിറച്ച് ഇത് ഇങ്ങനെ നല്ല ശരിക്ക്. അതുകൊണ്ട് നല്ല ശരിക്ക് ആ ചാണകത്തിൻ്റെ അതുള്ളതുകൊണ്ട് നല്ല ശരിക്ക് പറ്റി നിന്ന് അമർന്നു, നല്ലോണം അമർന്നു. വേണ്ട ഇതാ ഇത്തിരി അമർന്നു. ഇതിപ്പോൾ നല്ല അമർന്നിട്ട് വേണ്ട, നല്ലോണം അമർന്നു. ഇനി ഒരിക്കൽ കൂടി വാരിയിട്ടേ. ഇതിൽ വാർപ്പിൻ്റെ മേലുള്ള പായൽ പൊടിയുണ്ട്, അതും കൂടി അരിയിട്ടേ. ഇതുണ്ടോ, ഇത് വാർപ്പിൻ്റെ മേലുള്ള പായലിൻ്റെ പൊടിയാണ്. വേണ്ട ഇത് വേണ്ട, ഇത് വാർപ്പിൻ്റെ മേലുള്ള അടിച്ചു വാരിക്കൊണ്ടുവന്ന വാർപ്പിൻ്റെ പായൽ പൊടിയായിരുന്നു, പായലിൻ്റെ പൊടി. അതും കൂടി അരിയിട്ടുണ്ട്. അത് നല്ല വളമാണ്, അതുകൊണ്ടാണ് അത് അങ്ങനെ ഇടുന്നത്. ഉണ്ടോ, ഇതുപോലെ കുറച്ച് കഴിക്കാൻ നടക്കാം. ഇപ്പം ഇതും കൂടി ഉണ്ട്. ഇത് ചകിരിച്ചോറ്.
ഉണ്ടല്ലേ. ഇതിപ്പം നിറഞ്ഞില്ലേ കേട്ടാ, ഇപ്പം നിറഞ്ഞില്ലേ, ഇതിപ്പം നല്ലതിൽ നിറഞ്ഞു. ഇതിപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നടാം. മറ്റേതെടുത്തിട്ട് കൈ എടുത്തിട്ട് നടാം. എന്താ ഇപ്പോൾ ഒരു ദ്വാരം വന്നു. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വളം അരിച്ചോറ് കൂട്ടിയിട്ട് വളം ഇടണം. പൊട്ടിട്ട് ഇത് നട്ടുവേ. ഇത് നട്ടു, ഇതല്ലേ നട്ടു ഇടാ, ഇതാ നട്ടു. ഇതിവിടെ താഴെ വെക്കാം. ഇനിയിപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യലും കമൻറ്റ് ചെയ്യലും ചെയ്യുന്ന എല്ലാവർക്കും പിന്നെ എൻ്റെ പിന്നെ ഹൃദയ ആശംസ അഭിനന്ദനങ്ങൾ, നമസ്കാരം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. എല്ലാവരും എൻ്റെ ഹൃദയത്തിൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി എന്നും എല്ലാം ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും കമൻറ്റ് ഓരോരാൾ കമൻറ്റിൽ പറയുന്നുണ്ട്, പിന്നെ ഓരോന്നും കാണിച്ചു തരുന്നത്. പിന്നെ ഇന്നലെ ഒരു കമൻറ്റിൽ പറഞ്ഞു, ഈ അമ്മേനെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കുന്നതാണോ മക്കളല്ല പണിയെടുപ്പിക്കുന്നത്, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് മാത്രം പണിയെടുക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, മക്കളെ കുറ്റപ്പെടുത്തരുത്. പിന്നെ എൻ്റെ മക്കൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. എൻ്റെ പണിയെടുക്കാണ്ടിരിക്കാൻ പറയുന്നവരാണ് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. എനിക്ക് പണിയെടുക്കാണ്ട് നിന്നാൽ എനിക്ക് സൂക്കേടാവും. ഞാൻ അങ്ങനെ ശീലിച്ചു പോയത് കൊണ്ടാണ്. മറ്റേ അതുകൊണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. എനിക്ക് കഴിയുന്നിടത്തോളം ഞാനിങ്ങനെ എടുക്കുകയും ചെയ്യും. അതിന് നിങ്ങൾ ആരും കുറ്റപ്പെടുത്താൻ, എൻ്റെ മക്കളെ കുറ്റപ്പെടുത്താൻ പാടില്ല. ഞാൻ അങ്ങനെ മക്കൾ പറഞ്ഞിട്ടല്ല, മക്കൾക്ക് ദേഷ്യമാണ് ഞാനിങ്ങനെ എടുക്കുന്നത് കൊണ്ട്. മക്കൾക്ക് ദേഷ്യമാണ് ഇങ്ങനെ ആരെങ്കിലും പറയുമെന്ന് പറഞ്ഞിട്ട് അവർക്കാണ് ദേഷ്യം. അതിനോട് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ അവർ പിന്നെ പണിയെടുക്കാണ്ടെന്നാൽ എന്നെ എടുക്കണം എന്നിട്ടൊന്നും എന്നോട് നിർബന്ധിച്ചിട്ടൊന്നുമല്ല. പിന്നെ ഒരാൾ പറയുന്നുണ്ട് മധുരക്കിഴങ്ങ് ഇതല്ലേ ചോദിക്കണം. മധുരക്കിഴങ്ങ് ഇത് തന്നെയാണ്, ഞാൻ ഇവിടെ നട്ടത് തന്നെയാണ്. പക്ഷേ ഇത് വെള്ളയല്ല, ചുവന്നതാണ്. പിന്നെ ഈ ഇല കീറൽ പോലത്തെ ഇലയുള്ളതുണ്ട്. ഇത് വട്ടത്തിലുള്ള ഇലയാണ്. ഇത് ഒരു ചുവന്ന ഒരു ചുവപ്പുള്ളൊരു മധുരക്കിഴങ്ങാണ്. പിന്നെ വയലറ്റും അല്ല, അങ്ങനെയുള്ളൊരു ചുവപ്പ് പോലത്തെ ചീരേൻ്റെ ചുവപ്പ് പോലത്തെ ഒരു കിഴങ്ങാണത്. അതുകൊണ്ട് പിന്നെ അത് നടുമ്പോൾ ഇനിയിപ്പം അത് നടുന്നതൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ ഇനിയിപ്പോൾ അതിൻ്റെ തല ഇതേപോലെ കുറച്ചും കൂടി വളർന്നിട്ടാകുമ്പോൾ കുറച്ചും കൂടി വളം ഇട്ടിട്ട് കുറച്ചും കൂടി മണ്ണിട്ടിട്ട് അതിൻ്റെ തല ആദ്യം മുക്കും. ആ സമയത്ത് ഞാൻ കാണിച്ചു കൊടുക്കാം, എല്ലാവർക്കും കാണിച്ചു തരാം. അതുകൊണ്ട് ഇത്രയും പറഞ്ഞ് എല്ലാവർക്കും എൻ്റെ